പ്രസ്ഥാനത്തിന്റെ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, അതിന്റെ സ്ഥാപക നേതാക്കന്മാരുടെ കിതാബുകൾ നമ്മുടെ സ്ഥാപനത്തിൽ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സമസ്തക്ക് അംഗീകരിക്കാൻ പറ്റും. നിങ്ങൾ ചിന്തിക്ക്. നിങ്ങൾ വെറുതെ ചില ആളുകൾ പറയും അതൊക്കെ അതിന്റെ സെക്രട്ടറിനോട് നമ്മുടെ ആലിമ്യങ്ങൾക്ക് ഈഗോ ആണ്, അസൂയാണ്, ശത്രുതയാണ്. മൂപ്പര് സമസ്ത ഒന്നും നോക്കണ്ട. സമസ്ത അങ്ങനെ മോശമാണ്, ഇങ്ങനെ മോശമാണ്, സമസ്തന്റെ ഡ്രൈവർഷിപ്പ് പറഞ്ഞൊക്കെ പോട്ടെ. അടിസ്ഥാനപരമായി നിങ്ങൾ ചിന്തിക്കുക, ആ സ്ഥാപനത്തിലെ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന അമാനത്തോട് ഏൽപ്പിക്കുന്ന ഈ കൊച്ചു മക്കൾക്ക് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള ഒരു ബിദഈ പ്രസ്ഥാനത്തിന്റെ പുസ്തകങ്ങൾ സിലബസ് ഉൾക്കൊള്ളിച്ച് പഠിപ്പിച്ചു കൊടുക്കുന്നത് എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? ഇവർ പറയുന്നു അങ്ങനെ പുസ്തകങ്ങൾ പഠിപ്പിച്ചിട്ടേ ഇല്ല. അങ്ങനെ പുസ്തകങ്ങൾ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ സംഭവം ഞാൻ പറഞ്ഞുതരാം സഹോദരന്മാരെ. അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യ ഫിൽ ഇസ്ലാം ഒരു അറബി പുസ്തകമാണ്. ആരാണ് പുസ്തകത്തിന്റെ രചയിതാവെന്നോ? ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ സയ്യിദ് മുഹമ്മദ് ഖുത്ബ്. ഈ സയ്യിദ് മുഹമ്മദ് ഖുത്ബ് എഴുതിയ അൽ അദാലത്തുൽ ഇജ്തിമാഇയ്യ ഇസ്ലാമിയ എന്ന് പറയുന്ന പുസ്തകം, നമ്മൾ കെ എം മൗലവിന്റെ പുസ്തകം നമ്മുടെ സ്ഥാപനത്തിൽ പഠിപ്പിച്ചാരെങ്കിൽ മുജാഹിദിന്റെ കേരളത്തിലെ സ്ഥാപകൻ കെ എം മൗലവിയ. ഇതുപോലെ അദ്ദേഹത്തിന്റെ പുസ്തകം പഠിപ്പിച്ചു. രണ്ടാമനായ മുഹമ്മദ് ഖുത്ബിന്റെ മുഹമ്മദ് ഖുത്ബിന്റെ പുസ്തകം ശുബ്ഹാത്തുൻ ഹൗലൽ ഇസ്ലാം ഇവർ സിലബസിൽ ഉൾക്കൊള്ളിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. ഇല്ലെന്നാണ് പറയുന്നത്. ഞാൻ പറയട്ടെ, ഇല്ലെന്ന് പുതിയ കുട്ടികൾ പറഞ്ഞാൽ പോരാ. ഇത് നിഷേധിക്കുകയാണെങ്കിൽ ഉത്തരവാദപ്പെട്ട CICയുടെ തലപ്പത്തിരിക്കുന്ന അതിന്റെ ജനറൽ സെക്രട്ടറിയോ അതിന്റെ ഉത്തരവാദപ്പെട്ട നേതൃസ്ഥാനത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ സഹഭാരവാഹികളുണ്ട്. അവരോ ഇക്കാര്യം നിഷേധിക്കുകയാണെങ്കിൽ നേരിട്ട് സംവദിക്കാൻ തയ്യാറുണ്ട്. ഈ രണ്ട് പുസ്തകങ്ങളും കൃത്യമായും വ്യക്തമായും ഇവരുടെ സിലബസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് 2005 സനത് വാങ്ങിയ വാഫി കുട്ടികൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കാൻ തയ്യാറാണ്. ഇത് നിഷേധിക്കാൻ പറ്റില്ല. പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ. അങ്ങനെ നിഷേധിക്കാൻ സെക്രട്ടറി നിഷേധിക്കട്ടെ, നേർക്ക് നേരെ സംവദിക്കാൻ തയ്യാറാണ്. നമുക്ക് തുറന്ന് ചർച്ച ചെയ്യാതെ. നമ്മൾ അന്യ രാജ്യങ്ങളിലോ കേരളത്തിൽ ജീവിച്ചിരുന്ന ആളുകളല്ലേ, പഠിച്ച കുട്ടികളുണ്ട്. മാത്രമല്ല ഈ പുസ്തകങ്ങളൊക്കെ പഠിച്ച ആളുകളാണ്, കോളേജിൽ പഠിച്ച ആളുകളാണ്, അവരുടെയൊക്കെ നേതൃസ്ഥാനത്തിരിക്കുന്ന പല വാഫികളും. നിഷേധിക്കാനാകാത്ത സത്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ പറഞ്ഞത്, ഇങ്ങനത്തെ ഒന്നും രണ്ടും പുസ്തകങ്ങളൊന്നുമല്ല. ഫിഖ്ഹുൽ മുയസ്സർ എന്ന പുസ്തകം, ഇതുപോലെ സലഫി പണ്ഡിതരുടെ പുസ്തകം, നമ്മുടെ മുജാഹിദ് പണ്ഡിതന്റെ പുസ്തകം നമ്മുടെ സിലബസിൽ നമ്മുടെ കിതാബിൽ കുട്ടികളെ പഠിപ്പിക്കൂലല്ലോ. എന്നാൽ സലഫി പണ്ഡിതൻ എഴുതിയ പുസ്തകം പഠിപ്പിക്കുമെന്ന് മാത്രമല്ല, ആ പുസ്തകത്തിൽ പറയുന്നത് സലഫികളെ എഴുതിയാൽ സലഫികളെ ആശയമാണല്ലോ പറയാ. നമ്മളൊക്കെ തറാവീഹ് 20 റക്അത്ത് നമസ്കരിക്കുന്നത്, സലഫികൾക്ക് അത് 8 റക്അത്താണെന്ന് അവർ പണ്ട് പറഞ്ഞിരുന്നത്. ഇപ്പൊ 8 ഇല്ല എന്നാണ് പറയുന്നത്. സലഫ് തറാവീഹ് നിസ്കാരത്തിന്റെ പുതിയ നിലപാട്. പക്ഷെ അന്ന് എഴുതിയ പുസ്തകം, ആ പുസ്തകം ഫിഖ്ഹുൽ മുയസ്സർ എന്ന പുസ്തകം, അഹ്മദ് ഈസ ആഷൂർ എന്ന പണ്ഡിതൻ, സലഫി പണ്ഡിതൻ എഴുതിയ പുസ്തകം. ഈ പുസ്തകം ഇതുപോലെ സിലബസിൽ ചേർത്ത് ആ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഉറപ്പ്, നിഷേധിക്കാൻ കഴിയില്ല. അത് പഠിച്ച ആളുകൾ ഇവരെ നേതൃസ്ഥാനത്തിന്റെ അവർ നിഷേധിക്കട്ടെ. നിഷേധിക്കുകയാണെങ്കിൽ കുട്ടികൾ നിഷേധിച്ചാൽ ഉത്തരവാദപ്പെട്ടവർ നിഷേധിക്കുകയാണെങ്കിൽ നേരിട്ട് തെളിയിച്ചു കൊടുക്കാൻ തയ്യാറാണ്. എന്നിട്ട് ഒരു കുട്ടിന് മറുപടി പറയുകയാണ്, അവരുടെ വിരുദ്ധകാരി പറയുകയാണ്, ഞങ്ങളുടെ കിതാബിൽ സിലബസിലുള്ള ഫിഖ്ഹുൽ മുയസ്സർ എന്ന പുസ്തകമുണ്ട് സത്യ, പക്ഷെ നിങ്ങൾ പറയുന്നത് പോലെയല്ല. ആ ഫിഖ്ഹുൽ മുയസ്സറുള്ളത് തറാവീഹ് സുന്നത്താണ്, 20 റക്അത്താണ്, 20 റക്അത്താണ്. ഇപ്പോഴും നിങ്ങൾക്ക് ഞങ്ങളുടെ പുസ്തകം നോക്കി പരിശോധിച്ചാൽ കണ്ടെത്താൻ സാധിക്കും. സഹോദരന്മാരെ, സത്യമാണ്. ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ ഫിഖ്ഹുൽ മുയസ്സർ തറാവീഹ് 8 റക്അത്താണെന്നുള്ള ബിദഈ ആശയങ്ങൾ പഠിപ്പിച്ചിരുന്ന പുസ്തകങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തി വിവാദമായപ്പോൾ ആ പുസ്തകം പിൻവലിച്ച് അതേ പേരിൽ മറ്റൊരു കിതാബ് ചുരുക്കി എഴുതി ഇതേ പേരിട്ടിട്ട് ഇതന്നെയാണ് ആ പുസ്തകം എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ പുസ്തകമാണ് ഈ പുസ്തകം. ഇത് സുന്നി ആദർശ പുസ്തകമാണ്. ഇപ്പൊ ഈ പഠിപ്പിക്കുന്ന ഈ പുസ്തകം സംശയമല്ല. പക്ഷെ അങ്ങനെ പുസ്തകങ്ങൾ പഠിപ്പിച്ചിട്ടേ ഇല്ല, അത് വാസ്തവവിരുദ്ധമാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറയട്ടെ, ഈ കാണുന്ന പുസ്തകം ഇതാണ് ആ ഫിഖ്ഹുൽ മുയസ്സർ. ഈ കിതാബ് ഫിഖ്ഹുൽ മുയസ്സറാണ്. ഈ പുസ്തകത്തിന്റെ പേര്
അഹമ്മദ് ഈസ ആശൂറാണ് എഴുതിയിട്ടുള്ളത്. അൽ ഫിഖ്ഹുൽ മുയസ്സർ ഫിൽ ഇബാദാത്ത് എന്നാണ് പുസ്തകത്തിന്റെ പേര്. ഈ പുസ്തകത്തിന്റെ പലയിടത്തും തെറ്റായ ആശയം ഉണ്ടാകാൻ ഞാൻ ഫുള്ള് വായിച്ചു നോക്കിയിട്ടില്ല. ഈ പുസ്തകത്തിന്റെ ബഹുമാന്യനായ MT ഉസ്താദ് സമസ്തയുടെ വിശദീകരണ യോഗത്തിൽ പറഞ്ഞ ആ വിഷയം കാണാം. പേജ് നമ്പർ 111 ഞാൻ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം. വത്തറാവിഹു സുന്നത്തുൽ ലിരിജാലി വന്നിസാ. തറാവി ആണിനും പെണ്ണിനും സുന്നത്താണ്. ഫാൻ ഉർജുഫത റളിയല്ലാഹു ഖാല കാന അലിയുൻ യഉമറു ബിഖിയാമി റമദാൻ. അലി റളിയല്ലാഹു അൻഹു തറാവി നിസ്കാരം നിർവഹിക്കാൻ നിർദ്ദേശം കൊടുത്തിരുന്നു. വയജഅലു ലിരിജാലി ഇമാമൻ, ആണുങ്ങൾക്കൊരു ഇമാമും വലിന്നിസായി ഇമാമൻ, പെണ്ണുങ്ങൾക്കൊരു ഇമാമും. അവിടെ തന്നെ സലഫികൾ ആശയം പൊളിഞ്ഞു. സലഫികൾ ആശയം ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് നിസ്കരിക്കേണ്ട, ആണുങ്ങൾക്ക് വേറെ ജമാഅത്ത്, പെണ്ണുങ്ങൾക്ക് വേറെ ജമാഅത്ത്. എന്നിട്ട് അദ്ദേഹം പെണ്ണുങ്ങളെ ഇമാം ഞാനായിരുന്നു അലി റളിയല്ലാഹുവിന്റെ കാര്യത്തിൽ. എന്നിട്ട് പറയാണ് ഇശാ നിസ്കാരത്തിന് ശേഷമാണ് നിർവഹിക്കപ്പെടേണ്ടത് ഇമാമൻ. ഈ ഇശാ നിസ്കാരത്തിന് ശേഷമാണ് നിർവഹിക്കപ്പെടേണ്ടത്. വിത്തറിന് മുമ്പ് റക്അത്തൈനി ഈ രണ്ട് റക്അത്തായിട്ട്. വൽ അഫ്ളൽ, ഏറ്റവും ശ്രേഷ്ഠം അൻ തുസല്ല സമാനു റക്അത്തിൻ, 8 റക്അത്ത് നിസ്കരിക്കലാണ്. ഇഖ്തിദാഅൻ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിനോട് പിൻപറ്റിക്കൊണ്ട് എന്ന് തെറ്റായ ആശയം ബിദ്അത്തുകാരുടെ ആശയം പഠിപ്പിക്കുന്ന ഈ കിതാബ് നിങ്ങളുടെ സിലബസ് നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ലേ? നിങ്ങൾ ഇല്ലെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകൾ നിഷേധിക്കാൻ കഴിയില്ല. ഇത് പഠിച്ച ആളുകൾ, വാഫികൾ, ബിരുദം വാങ്ങിയ ആളുകൾ ധാരാളം നമുക്കിടയിലുണ്ട്. നിങ്ങളെ പക്ഷത്ത് നിൽക്കുന്ന ആളുകൾ മാത്രമല്ല, ഇപ്പുറത്ത് നിൽക്കുന്ന വാഫികളുണ്ട്. വാഫികൾ മുഴുവൻ പഠിച്ചു പോയിട്ടില്ല. ഈമാന്റെ 100 മനസ്സും പോകാത്ത സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾ വാഫികളെ കൂട്ടത്തിലുണ്ട്. അവരുണ്ട് പഠിച്ച ആളുകൾ. ഇതിന്റെ ഉസ്താദ്മാർക്ക് നിഷേധിക്കാൻ സാധിക്കുമല്ലോ. എന്നിട്ട് ഈ കാര്യം പറയുമ്പോൾ അങ്ങനല്ല, ഞങ്ങൾ സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്ന ആളുകൾ തന്നെയാണ്. ഇതൊക്കെ ഞങ്ങൾ ദുരാരോപണം ഉന്നയിക്കുകയാണ്.